നമസ്കാരം സുഹൃത്തുക്കളെ, വി എഫ് ഐയുടെ ഇംഗ്ലീഷിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LDC തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ സപ്പോർട്ട് ചെയ്യാട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷും മലയാളം ക്ലാസ്സുകളും ജനറൽ നോളജും ഒക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടെ നിന്നിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് ഓൾ ബട്ട് വൺ ആർ സിനോണിയംസ്. താഴെ തന്നിട്ടുള്ളതിൽ 3 എന്താണ് സിനോണിയംസ്, ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ബാക്കി ഒന്ന് മാത്രം അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അതിൽ ഏതാണ് വേറിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻ, ആ ചോദ്യം ഏതാണ്, ഓപ്ഷൻ എന്നാണ് ചോദ്യം. അവിടെ തന്നിട്ടുണ്ട് ഗ്രോപ്പിംഗ്, ഫംബ്ലിംഗ്, പ്രോബിംഗ് അല്ലേ. അതേപോലെ തന്നെ ഡ്രൈവിംഗ് തന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ മീനിങ്? അതായത് അന്വേഷിക്കുക, അല്ലെങ്കിൽ പരിശോധിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കൈകൾ കൊണ്ട് തൊട്ടറിയാൻ പറ്റുമല്ലോ. കൈകൊണ്ട് എന്താണ് തൊട്ടറിയുക, അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തുക എന്നൊക്കെ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് അർത്ഥങ്ങൾ പല അർത്ഥങ്ങളായിട്ട് വരുന്നത്. മനസ്സിലായോ? അതിൽ വരുന്നതാണ് പ്രോബിങ്ങും ഗ്രോപ്പിങ്ങും ഫംബ്ലിംഗ് എന്ന് പറയുന്നത്. അതിൽ വേറിട്ട് നിൽക്കുന്ന വാക്കാണ് ഏത്? ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് പറയുമ്പോൾ നമുക്കറിയാലേ, വാഹനം ഓടിക്കുക അല്ലെങ്കിൽ നയിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഇതുമായിട്ട് എന്ത് വരുന്നില്ല, ഒരു യോജിപ്പും ഏതിന് വരുന്നില്ല? ഡ്രൈവിംഗ് എന്ന വാക്കിന് വരുന്നില്ല. അപ്പോൾ ഗ്രോപ്പിംഗ്, ഫംബ്ലിംഗ്, പ്രോബിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അന്വേഷിക്കുക, അതുപോലെ തന്നെ പരിശോധിക്കുക എന്നൊക്കെ അർത്ഥങ്ങളാണ് ഈ 3 വരുന്നത് കേട്ടോ. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി റൈറ്റ് കോറിലേറ്റീവ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ഇവിടെ തന്നിരിക്കുന്നത് കൺജങ്ഷൻ ആണ്. ഏതാണ് വന്നിരിക്കുന്നത്? കൺജങ്ഷൻ, കോറിലേറ്റീവ് ഫോം അല്ലേ. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ഗാർഡനിങ് ഈസ് എ ഗുഡ് ഹോബി ഡാഷ് ഇറ്റ് ഹെൽപ്സ് ടു റിലീവ് സ്ട്രെസ് അല്ലേ. ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുന്ന സമയത്ത് ഒരു 2 നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇവിടെ കാര്യങ്ങൾ പറയുന്നത് ഇത് ഒരു സെന്റൻസ് ആണെങ്കിലും ഇതൊരു സെന്റൻസ്, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഇതേപോലെ വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വരുമ്പോൾ അവിടെ തെറ്റ് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് 2 നല്ല കാര്യങ്ങളെ, ഗുഡ് ആണ് അല്ലേ, 2 നല്ല കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഈ ചോദ്യവും രണ്ടാമത്തെ സെന്റൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. ഇതിനെ ഒന്നാമത്തെ സെന്റൻസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടാമത്തെ സെന്റൻസ് പറയുന്നത് അല്ലേ. ഗാർഡനിങ് ഈസ് എ ഗുഡ് ഹോബി. എന്താണ്? അതായത് ഗാർഡനിങ് എന്ന് പറയുന്നത് നല്ലൊരു വിനോദമാണ്. എന്നാൽ ഇറ്റ് ഹെൽപ്സ് ടു റിലീവ് സ്ട്രെസ്, അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിന്റെ ഒരു ക്വാളിറ്റിയെ എടുത്തു പറയാനാണ് ഇവിടെ രണ്ടാമത് സെന്റൻസ് അല്ലെ. ഈ 2 ആശയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അല്ലെ, ഒന്നിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? പരസ്പരം പിന്തുണയ്ക്കുന്നു. 2 ആശയങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നു. ശ്രദ്ധിക്കണേ, 2 ആശയങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നു. ഈ ആദ്യത്തെ ആശയത്തോട് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് മോർ ഓവർ എന്നാണ്. മോർ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുപരിയായി അല്ലെ, അതിലുപരിയായി എന്നാണ് മോർ ഓവറിന്റെ അർത്ഥം വരുന്നത്. ഗാർഡനിങ് ഈസ് എ ഗുഡ് ഹോബി, മോർ ഓവർ ഇറ്റ് ഹെൽപ്സ് ടു റിലീവ് സ്ട്രെസ്. മനസ്സിലായിരുന്നുണ്ടോ? അപ്പൊ മോർ ഓവർ എന്ന് പറഞ്ഞാൽ അതിലുപരിയായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെസ് റിലീഫ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അതിന് ഏറ്റവും അനുയോജ്യമായ വാക്ക് ഏത് തന്നെയാണ്? മോർ ഓവർ എന്നാണ് കേട്ടോ. അപ്പൊ ഇനി ഇതെന്താണ്? ഗാർഡനിങ് എന്ന് പറയുന്നത് നല്ലൊരു വിനോദവുമാണ്. അതിലുപരി അത് സ്ട്രെസ്, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ. മോർ ഓവർ, അതിലുപരിയായി. ഇനി ഇവിടെ ഇതൊക്കെ തെറ്റാൻ കാരണമായിട്ടുള്ള വാക്ക് എന്താ? ഹൗവർ, ഓൺ ദി കോൺട്രറി, അതുപോലെ വേറാസ്. ഹൗവർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും അല്ലെ, അതൊരു അല്ലേ, എന്നിരുന്നാലും അങ്ങനെ അത് പറയുമ്പോൾ തന്നെ അതെന്താണ്? അതൊരു നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. എന്നിരുന്നാലും ഗാർഡനിങ് ഈസ് ഗുഡ് ഹോബി, ഹൗവർ എന്നിരുന്നാലും ഇറ്റ് ഹാസ് റിലീവ്ഡ്, അതൊരു ഇതിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നില്ല അല്ലെ. അതുപോലെ ഇവിടെ എന്നിരുന്നാലും എന്നാണ് ഹൗവർ. ഓൺ ദി കോൺട്രറി പറയുമ്പോൾ എന്താണ്? നേരെ മറിച്ച് എന്ന് പറയില്ലേ നമ്മൾ, നേരെ മറിച്ച് എന്ന് പറയും അല്ലേ.
അതെന്താണ്? അത് തികച്ചും വിരുദ്ധമായിട്ട് പറയുന്നതാണ് അല്ലേ? രണ്ട് സെന്റൻസിനും വിരുദ്ധമായിട്ട് പറയുന്നതാണ് നേരെ മറിച്ച് എന്ന് പറയുന്നത്. ഇനി വേറാസ് പറഞ്ഞാൽ എന്താണ്? എന്നാൽ ല്ലേ? എന്നാൽ അല്ലെങ്കിൽ അതേ സമയം എന്നൊക്കെ പറയും ല്ലേ? എന്നാൽ അല്ലെങ്കിൽ അതേ സമയം എന്താണ്? അതും എന്താണ്? രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ താരതമ്യം ചെയ്യാനാണ് അല്ലേ? രണ്ട് കാര്യങ്ങൾ തരും. ആ രണ്ടിന്റെയും വ്യത്യാസം കാണിക്കാനാണ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ താരതമ്യം ചെയ്തിട്ട് അതിന്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വേറാസ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? മോറോവർ എന്നാണ്. Next one, replace the underlined words with one word in the following sentences. ഇവിടെ എന്താണ് ചോദ്യം? ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള ഒരു വാക്കുണ്ട് അല്ലേ? With an unsatisfied desire. With an unsatisfied desire. എന്താ unsatisfied desire എന്ന് പറയുമ്പോൾ? നമുക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലേ? നടക്കാതെ പോയ ആഗ്രഹങ്ങൾ അല്ലേ? നമ്മൾ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ നടക്കാതെ പോയ ആഗ്രഹങ്ങളോടും അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? തീവ്രമായിട്ട് അതിനെ ഓർക്കുന്നുണ്ടാവും അല്ലേ? പഴയ കാര്യങ്ങൾ തീവ്രമായിട്ട് ഓർക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലേ? എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നടക്കാതെ പോയ കാര്യത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നമ്മുടെ തീവ്രമായ ഓർമ്മകൾ ഇതൊക്കെ എന്താണ്? അപ്പൊ അത് വരുന്ന അർത്ഥം വരുന്ന താഴെ തന്നിട്ടുള്ള വാക്ക് ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആൻസർ ഏതാണ്? വിസ്ഫുള്ളി ആണ്. ഓക്കെ, അതായത് പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തീവ്രമായ ഓർമ്മകൾ എന്ന അർത്ഥത്തിൽ ഈ വരുന്ന വാക്കാണ് ഏത്? വിസ്ഫുള്ളി. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിസ്ഫുള്ളി ആണ്. കഴിഞ്ഞുപോയ നല്ല കാലം അല്ലെങ്കിൽ ഇനി നമുക്ക് തിരികെ കിട്ടാൻ സാധിക്കാത്തത് അങ്ങനെ ഉണ്ടാവും അല്ലെ? കഴിഞ്ഞുപോയ നല്ല കാലങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇനി നമുക്ക് തിരികെ കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ? നമ്മളത് ഓർത്തിട്ട് എന്ത് ചെയ്യും? നല്ല സങ്കടം ഉണ്ടാവും അല്ലെ? പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നഷ്ടപ്പെടാതെയും അല്ലെങ്കിൽ കഴിഞ്ഞുപോയ നല്ല കാലങ്ങളും ഉണ്ടാവില്ല, നമുക്ക് ഇനി തിരിച്ചു കിട്ടാൻ പറ്റില്ല എന്ന് പറയും നമ്മുടെ വേർപാടുകൾ അല്ലെ? അതൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതേസമയം നമ്മളത് വലിയ ആഗ്രഹത്തോടെയൊക്കെ നമ്മളത് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്ഫുള്ളി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഏറ്റവും കാര്യം നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ യോജിപ്പിക്കുന്ന നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടിയിട്ട് നമുക്ക് അതിന് പിന്നെ തുടർച്ച കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ, ആഫ്റ്റർ മാരേജ്, അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളും വരും അല്ലേ? അതൊക്കെ നമുക്ക് എന്താണ്? ഒരു വിസ്ഫുള്ളിയാണ് അല്ലേ? അപ്പൊ അവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിസൈറ്റ്ഫുള്ളി പറഞ്ഞാൽ എന്താണ്? വഞ്ചനാപരമായി എന്നാണ് അർത്ഥം കേട്ടോ. വഞ്ചനാപരമായി ഓക്കെ, വഞ്ചനാപരമായാണ് ഡിസൈറ്റ്ഫുൾ എന്ന് പറയുന്നത്. കെയർഫുള്ളി പറയുമ്പോൾ നമുക്കറിയാം ശ്രദ്ധയോടെ എന്നാണ്. ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുമ്പോൾ വിശ്വസ്തയോടെ എന്നാണ് മീനിങ് വരുന്നത്. വിശ്വസ്തയോടെ. ഓക്കെ, add the right question tag to the following statement to make it question. Some of us were not ready to go to the concert. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെന്റൻസ് ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. തന്നിട്ടുള്ളത് നെഗറ്റീവ് സെന്റൻസ് ആണ്. എങ്ങനെ നെഗറ്റീവ് സെന്റൻസ് കണ്ടെത്താം? തന്നിട്ടുള്ളതിൽ നോട്ട് എന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, സെൽഡം, ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് സെന്റൻസുകളാണ്. സെൽഡം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക? അപ്പൊ നമുക്ക് മനസ്സിലായി നോട്ട് എന്നുള്ളത് നെഗറ്റീവ്, ഈ സെന്റൻസ് നെഗറ്റീവ് ആണ് നമ്മൾ. അപ്പൊ ഇനി ടാഗ് എന്തായാലും നമുക്ക് എന്ത് വരണം? പോസിറ്റീവ് ആകണം. ആൻസറിൽ എപ്പോഴും പോസിറ്റീവേ വരാൻ പാടുള്ളൂ. ടാഗിൽ വീണ്ടും നോട്ട് എന്നുള്ളത് ആവർത്തിക്കാൻ പാടില്ല. മനസ്സിലായോ? ഇവിടെ വേർ നോട്ട് കണ്ടോ? നോട്ട് എന്ന് സെന്റൻസിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നോട്ട് എന്ന് വരാൻ പാടില്ല. ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്, തെറ്റിട്ടു. ഇവിടെയും നോട്ട് വന്നിട്ടുണ്ട്, തെറ്റിട്ടു. ഇവിടെയും നോട്ട് വന്നിട്ടുണ്ട്, തെറ്റിട്ടു. ആൻസർ ഈസ് എന്താണ്? വേർ വി എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പൊ നമ്മളിത് എങ്ങനെ കണ്ടെത്തണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വാചകത്തിലെ പ്രധാനപ്പെട്ട ഹെൽപ്പിംഗ് വെർബ് ആദ്യം എടുക്കുക. ടാഗ് എടുക്കുമ്പോൾ എപ്പോഴും ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് വേർ ആണ് അല്ലേ? ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? വേർ എന്നാണ്. ആദ്യം വേർ എഴുതി അല്ലേ? അപ്പൊ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് വേർ ആണ്. മനസ്സിലായോ? അപ്പോ ഈ ഹെൽപ്പിംഗ് വെർബ് ആദ്യം എഴുതിയ ശേഷം
പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ വാചകത്തില് അല്ലെങ്കിൽ നമ്മുടെ ഈ സെന്റൻസില് ഏതെടുക്കുക? പ്രോനോൺ എടുക്കുക. ഏതാണ്? പ്രോനോൺ ഏതാണെന്ന് നോക്കുക. പ്രോനോൺ ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത്? നോക്കിക്കേ, സം ഓഫ് അസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? സം ഓഫ് അസ് അല്ലെ? സം ഓഫ് അസ്. ഇനി അടുത്തത് സം ഓഫ് അസ് എടുക്കാം. സം ഓഫ് അസ് എന്ന് പറയുമ്പോൾ എന്താണ്? സം ഓഫ് അസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളിൽ ചിലർ എന്നാണ് അർത്ഥം അല്ലെ? എന്താണ്? ഞങ്ങളിൽ ചിലർ. സം ഓഫ് അസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളിൽ ചിലർ. ഞങ്ങളിൽ ചിലർ എന്നാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? എന്തായിരിക്കണം? സംസാരിക്കുന്ന ആളും ഉണ്ട്, ആ സംസാരിക്കുന്ന ആളും അതുപോലെ അത് ഉൾപ്പെടുന്ന കൂട്ടത്തെയുമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോനൗൺ എന്ന് പറയുമ്പോൾ അസ് വരുമ്പോൾ എന്തായിരിക്കണം? അസ് എന്ന് ടാഗിൽ വരുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഒരിക്കലും വേർ അസ് എന്ന് എഴുതിക്കൂടാ. വേർ എന്തായിരിക്കണം? അസ് എന്തായി മാറണം എപ്പോഴും ടാഗില്? അസ് എന്തായിട്ട് മാറണം എപ്പോഴും ടാഗില്? അസ് എന്തായി മാറണം? വേർ വി എന്നായിട്ട് മാറണം. വേർ അസ് എന്തായി മാറും? വി ആയിട്ട് മാറും ട്ടോ. അസ് എന്തായി മാറും? വി ആയിട്ട് മാറും. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇടുക. ഇങ്ങനെയാണ് ടാഗ് കണ്ടെത്തുക. Next one, complete the following sentences with the right phrasal verb. Choose your answer from the option given below. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് phrasal verb ൽ നിന്നാണ്. It is difficult to dash your good name once you have lost it. എന്താണ് അർത്ഥം പറയുന്നത്? എന്താ അർത്ഥം പറയുന്നത്? അതായത് ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്ക് നമ്മുടെ നല്ല പേര് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നല്ല പേര് തിരിച്ചു പിടിക്കുക എന്നത് എന്താണ്? ഒരു പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അല്ലേ? അപ്പൊ അവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇവിടെ എന്ത് വരണം? ഗെറ്റ് ബാക്ക്. എന്താണ്? ഗെറ്റ് ബാക്ക്. മനസ്സിലായോ? ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല പേര് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഗെറ്റ് ബാക്ക്. മനസ്സിലായോ? കറക്റ്റ് ഫ്രേസൽ വെർബ് ഇവിടെ ഏതാണ്? ഗെറ്റ് ബാക്ക് എന്നാണ്. എന്താണ് ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ? തിരികെ ലഭിക്കുക. ഗെറ്റ് ബാക്ക് എന്താണ്? തിരികെ ലഭിക്കുക. തിരികെ ലഭിക്കുക. എങ്കിൽ ഗെറ്റ് ഡൗൺ എന്താ? ഗെറ്റ് ഡൗൺ സങ്കടപ്പെടുത്തുക എന്നതാണ്. ഗെറ്റ് ഡൗൺ സങ്കടപ്പെടുത്തുക. ഗെറ്റ് ഡൗൺ സങ്കടപ്പെടുത്തുക. അപ്പൊ അവിടെ വരുന്നത് ഡിപ്രസ് ട്ടോ. ഡിപ്രസ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തരും. ഡിപ്രസിന്റെ കറക്റ്റ് ഫ്രേസൽ വെർബ് ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗെറ്റ് ഡൗൺ കേട്ടോ. ഡിപ്രസ് അല്ലെങ്കിൽ മൂവ് ഡൗൺവാർഡ്സ്. മൂവ് ഡൗൺവാർഡ്സ് ഇതൊക്കെ എന്താണ്? ഗെറ്റ് ഡൗണിന്റെ ഫ്രേസൽ വെർബാണ് കേട്ടോ. ഗെറ്റ് ഡൗൺ, മൂവ് ഡൗൺവാർഡ്സ്, ഡിപ്രസ് ഇതൊക്കെ എന്താണ്? സങ്കടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ വരുന്ന ഗെറ്റ് ഡൗണിന്റെ ഫ്രേസൽ വെർബാണ്. ഓക്കെ. ഇനി ഗെറ്റ് ബാക്ക് പറഞ്ഞ എന്താ? നമ്മൾ പറഞ്ഞ തിരികെ ലഭിക്കുക എന്ന് പറഞ്ഞു അല്ലെ? അവിടെ എന്തൊക്കെ വരും? ടു റിക്കവർ. ഇതിൽ എന്തൊക്കെയാണ് വരിക? ഗെറ്റ് ബാക്കില് ടു റിക്കവർ. പിന്നെ എന്ത് വരും? റിഗെയിൻ സംതിങ്. റിഗെയിൻ സംതിങ് ലോസ്റ്റ്. ഇതൊക്കെ എന്താണ്? ഗെറ്റ് ബാക്കിന് വരുന്ന ഫ്രേസൽ വെർബാണ്. ഇനി അടുത്ത് നമുക്ക് ഗോ ഓഫ് ഉണ്ട് അല്ലേ? ഈ ഗോ ഓഫ് പറഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്? ഗോ ഓഫ് പൊട്ടിത്തെറിക്കുക. എന്താണ്? പൊട്ടിത്തെറിക്കുക എന്നർത്ഥമാണ് ഗോ ഓഫ് എന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? ടു എക്സ്പ്ലോഡ് അല്ലേ? എന്താണ്? എക്സ്പ്ലോഡ്. പിന്നെ എന്ത് വരും? ടു എക്സ്പ്ലോഡ് അല്ലെങ്കിൽ എന്ത് വരും? സ്പോയിൽ ട്ടോ. സ്പോയിൽ. ഇതൊക്കെ എന്താണ്? ഗോ ഓഫിന്റെ ഫ്രേസൽ വെർബാണ് വരുന്നത്. അടുത്ത ഗെറ്റ് എബൌട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും അല്ലെ? അല്ലെങ്കിൽ സഞ്ചരിക്കുക, ട്രാവൽ ചെയ്യുക, യാത്ര ചെയ്യുക, സഞ്ചരിക്കുക. ഇതൊക്കെ എന്താണ്? ഗെറ്റ് എബൌട്ട് ആണ്. ടു ട്രാവൽ. ഓക്കെ. അല്ലെങ്കിൽ മൂവ് എറൗണ്ട് എന്നൊക്കെ വരും. മൂവ് എറൗണ്ട് എന്നൊക്കെയാണ് ഇതിന്റെ കറക്റ്റ് ഫ്രേസൽ വെർബ്.
Change the following sentences from active to passive. Choose your answer from the given option. Active voice ൽ നിന്നും passive voice ലേക്ക് മാറ്റാനാണ്. Rash driving causes many accidents. എന്താ ചോദ്യം വന്നിരിക്കുന്നത്? Rash driving causes many accidents. എങ്ങനെ നമ്മൾ ഇതിനെ passive ലേക്ക് മാറ്റും? Active voice തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വാചകം ഏതാണ്? Active voice ആണ് അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? Passive voice ലേക്ക് മാറ്റണം. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ rash driving കണ്ടോ? റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സബ്ജക്റ്റ് ആണ് അല്ലേ? റാഷ് ഡ്രൈവിംഗ് എന്താണ്? ഒരു സബ്ജക്റ്റ് ആണ്. ഈ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു വെർബ് ആണ്. കോസസ് എന്താണ്? വെർബ് ആണ്. ഇനി മെനി ആക്സിഡന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ആണ്. ഇനി ഈ വാചകം എന്ത് ചെയ്യണം? സാധാരണ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഇതൊരു പ്രസന്റ് ടെൻസിലാണ് അല്ലേ? ഇതെന്താണ്? ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം എന്തായിരിക്കണം? ഈ ഒബ്ജക്റ്റ് ആദ്യം എഴുതണം. മനസ്സിലായോ? ഈ ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. എന്നിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ആം അല്ലെങ്കിൽ ആർ. ഈസ് ആം ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വരാൻ കാരണം എന്താണ്? ഇതിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതായത് വർത്തമാനകാലം. ഇപ്പൊ നടക്കുന്നതിൽ വർത്തമാനകാലം, ഇപ്പൊ നൗ ഓക്കെ, വർത്തമാനകാലമാണ്. അതുകൊണ്ടാണ് അവിടെ ഈസ് ആം ആർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? വെർബ് ഏതാണ്? കോസസ് ഞാൻ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. കോസസ്. ആ വെർബിന്റെ V3 രൂപം എഴുതുക. വെർബിന്റെ മൂന്നാമത്തെ രൂപം എഴുതുക. എന്നിട്ട് ബൈ എഴുതുക. ബൈ എഴുതിയിട്ട്, അതായത് പുതിയൊരു ഒബ്ജക്റ്റ്, പഴയ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യണം? ന്യൂ ഒബ്ജക്റ്റ് ആയിട്ട് അല്ലേ? ന്യൂ ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റുക. നമുക്കൊന്ന് നോക്കാം. ഒബ്ജക്റ്റിനെ ആദ്യം എഴുതുമ്പോൾ മെനി ആക്സിഡൻസ് എങ്ങനെ വരും? മെനി ഫസ്റ്റ് എന്ത് എഴുതണം? നമ്മൾ ഒബ്ജക്റ്റ് എഴുതണം പറഞ്ഞു അല്ലേ? മെനി ആക്സിഡൻസ് എന്ന് എഴുതി. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? മെനി ആക്സിഡൻസ്, ഒബ്ജക്റ്റ് ആയിട്ടുള്ള മെനി ആക്സിഡൻസ് എന്ന് എഴുതി. ഓക്കെ, ഈ മെനി ആക്സിഡൻസ് എന്നുള്ളത് എന്താണ്? ഒരു പ്ലൂറലാണ് അല്ലേ? ഇവിടെ എന്താണ്? ഒരു പ്ലൂറലാണ്. ആക്സിഡന്റ് എന്നല്ല, മെനി ആക്സിഡൻസ്, ഒരുപാട് ആക്സിഡൻസുകൾ എന്നല്ലേ? അപ്പോൾ ഒന്നിലധികം ആയി, സബ്ജക്റ്റ് ഒന്നിലധികം ആയി അല്ലേ? ഒബ്ജക്റ്റ് ഒന്നിലധികം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ടുള്ള മെനി ആക്സിഡൻസ് എന്നുള്ളത് എന്താണ്? ഒരു ബഹുവചനമാണ് അല്ലേ? അതായത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഓക്സിലറി വെർബ് ഏത് എഴുതണം? ആർ എന്ന് എഴുതണം. ഈസ് എഴുതാൻ പാടോ? ആം എഴുതാൻ പാടോ? എഴുതാൻ പാടില്ല. ആർ എന്ന് എഴുതി. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഒബ്ജക്റ്റ് എഴുതി, ഈസ് ആം ആർ എഴുതി, അതിനടുത്ത് കഴിഞ്ഞ് V3 എഴുതണം അല്ലേ? V3 എന്ന് പറയുമ്പോൾ വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ്. കോസസിന്റെ മൂന്നാമത്തെ രൂപം ഏതാണ്? കോസ്ഡ്. ഓക്കെ, കോസ്ഡ് എന്ന് എഴുതി. ഇനി നമ്മൾ സബ്ജക്റ്റ് ചേർക്കണ്ടേ? പഴയ സബ്ജക്റ്റ് ആയ ഏതാണ്? റാഷ് ഡ്രൈവിംഗ് അല്ലേ? റാഷ് ഡ്രൈവിംഗിന് മുമ്പ് എന്ത് എഴുതണം? ബൈ എന്ന് എഴുതണം പറഞ്ഞു. ആ ബൈ എഴുതി. എന്നിട്ട് എന്ത് എഴുതണം? സബ്ജക്റ്റ് നമ്മൾ ചേർക്കുക അല്ലേ? റാഷ് ഡ്രൈവിംഗ്. ഓക്കെ ആണോ? റാഷ് ഡ്രൈവിംഗ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മെനി ആക്സിഡൻസ് ആർ കോസ്ഡ് ബൈ റാഷ് ഡ്രൈവിംഗ്. ഓക്കെ, എപ്പോഴും പ്രസന്റ് ടെൻസിലാണെങ്കിലും വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? എ ആണ് അല്ലേ? ആൻസർ ഏതാണ്? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next one, fill in the blanks with the correct tense form of the verb given brackets. ഇവിടെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ടെൻസ് ഫോം ഏതാണ്? ഇഫ് ക്ലോസിൽ വരുന്ന സെന്റൻസ് ആണ്. If you had gone to the fest, you dash, ഇവിടെ able തന്നിട്ടുണ്ട്, to see the magic show. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ക്ലോസിൽ എപ്പോഴും സെന്റൻസ് വരുന്ന സമയത്ത് ഹാഡ് കണ്ടു കഴിഞ്ഞാൽ ഹാഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ V3 രൂപമാണോ എന്ന് നോക്കുക. ഹാഡ് കഴിഞ്ഞിട്ട് എന്താണ്? V3 രൂപമാണോ എന്ന് നോക്കണം. ആദ്യം എന്ത് ചെയ്യണം? V3 വെർബിന്റെ V3 രൂപമാണോ എന്ന് നോക്കുക. ഹാഡ് കഴിഞ്ഞിട്ട് V3, ഹാഡ് പ്ലസ് V3 ഫോം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ എന്തായിരിക്കും? വുഡ് ഹാവ് ആയിരിക്കും. ഏതാണ്? വുഡ് ഹാവ് എന്നായിരിക്കും. ഹാഡ് കഴിഞ്ഞിട്ട് എപ്പോഴും V3 രൂപം വരണേ. സാധാരണ ചില സെന്റൻസുകളിൽ ഹാഡ് കഴിഞ്ഞാൽ
ഹാഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? V1 രൂപങ്ങൾ വരാറുണ്ട്. ഹാഡ് കഴിഞ്ഞാൽ V1 രൂപം വരാറുണ്ട്. അപ്പോൾ ഒരിക്കലും വുഡ് ഹാവ് എഴുതരുത്. ഹാഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ V3 രൂപം വന്നു കഴിഞ്ഞാൽ എപ്പോഴും വുഡ് ഹാവ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഫസ്റ്റ് എന്ത് എഴുതണം? ഇഫ് ക്ലോസ് ആണ് അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ്? തന്നിരിക്കുന്നത് ഏത് ഗ്രാമറിൽ വരുന്നതാണ്? ഇഫ് ക്ലോസിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇഫ് യു ഹാഡ് ഗോൺ ടു ദി ഫെസ്റ്റ് എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഡ് ഗോൺ. ഹാഡ് ഗോൺ അത് എന്ത് സെന്റൻസ് ആണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി അത് മാറ്റുന്ന സമയത്തേക്ക് ഇവിടെ എന്ത് ചെയ്യും? വുഡ് ഹാവ് അല്ലേ? എന്ത് ചെയ്യണം? വുഡ് ഹാവ് പ്ലസ് ഏത് തന്നെയാണ്? V3 ഫോം ആണ് എഴുതേണ്ടത്. വുഡ് ഹാവ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതിയാലോ? നമുക്ക് ആൻസറിലേക്ക് എങ്ങനെ എഴുതാം? ഇഫ് യു ഹാഡ് ഗോൺ to the fest, you would have been able to see the magic ഷോ അല്ലേ? മാജിക് ഷോ അല്ലേ? അതായത് എന്താ ഇവിടെ അർത്ഥം വരുന്നത്? നീ ആ ഉത്സവത്തിന് പോയിരുന്നുവെങ്കിൽ നിനക്ക് ആ മാന്ത്രിക പ്രകടനം അല്ലെ? മാജിക് എന്ന് പറയുമ്പോൾ മാന്ത്രികം അല്ലെ? മാന്ത്രിക പ്രകടനം കാണാൻ സാധിക്കുമായിരുന്നു. നീ ആ ഉത്സവത്തിന് പോയിരുന്നെങ്കിൽ നിനക്ക് ആ മാന്ത്രിക പ്രകടനം കാണാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, പക്ഷെ നീ പോയില്ല, അതുകൊണ്ട് കാണാനും പറ്റിയില്ല അല്ലെ? ഇഫ് യു ഹാഡ് ഗോൺ ടു ദി ഫെസ്റ്റ് യു വുഡ് ഹാവ് ബീൻ ഏബിൾ ടു സീ ദി മാജിക് ഷോ. അപ്പോൾ ഹാഡ് ഇവിടെ ഒരു റൂൾ പഠിച്ചു വെക്കുക. ഇനി ഓരോരോ ഇതിൽ ഇഫ് ക്ലോസ് വരുന്ന സമയത്ത് ഓരോരോ റൂൾ പഠിക്കാം. ഹാഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ V3 രൂപമാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3. He was trying to convince her, but it was pointless. എന്താ പറയുന്നത്? അതായത് അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവളെ എന്ത് ചെയ്തു? കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷെ അത് എന്തില്ല, അർത്ഥമില്ലാത്തതായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ്. ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ കറക്റ്റ് ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ് കേട്ടോ. അപ്പൊ ഈ അർത്ഥവത്തായി, അതായത് എന്ത് പറഞ്ഞിട്ടും അല്ലെ, ബോധിക്കാൻ ശ്രമിച്ചിട്ടും അർത്ഥമില്ലാത്തതായി എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് പോയിന്റ്ലെസ്. അതിന്റെ കറക്റ്റ് വരുന്നത് ഏതാണ് ആൻസർ? ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. അതിന് എന്താണ്? ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിനായിട്ട് നമ്മുടെ ടൈമും എനർജിയും ഒക്കെ കളയുക എന്നാണ് കേട്ടോ. അതായത് ഒരു പ്രയോജനവുമില്ല, എന്നാലും നമ്മുടെ എന്ത് ചെയ്യണം? എന്നിട്ട് വെറുതെ നമ്മുടെ സമയം കളഞ്ഞതുകൊണ്ടോ നമ്മുടെ എനർജി കളഞ്ഞതുകൊണ്ടോ കാര്യമില്ല എന്നാണ് ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറയുമ്പോൾ. അതായത് ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ്. ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് പഠിച്ചു വെച്ചോ, ഇഡിയം ഒക്കെ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ് ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. അതായത് ഡെഡ് ഹോഴ്സ് പറയുമ്പോൾ ചത്ത കുതിരയെ അടിക്കുന്നതുകൊണ്ട് യാതൊരു ഫലമുണ്ടോ? ചത്ത കുതിരയെ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ചത്ത കുതിരയെ അടിക്കുന്നതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതാണ് ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ് എന്ന് പറയുന്നത്. ഫലമില്ലാത്ത ഒരു കാര്യത്തിനായിട്ട് വീണ്ടും ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ശൈലി ഏത് ഉപയോഗിക്കുന്നത്? ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് എന്ന ശൈലി ഉപയോഗിക്കുന്നത്. ഇനി ബീറ്റിംഗ് എറൗണ്ട് ദി ബുഷ് അല്ലെ? ബീറ്റിംഗ് എറൗണ്ട് ദി ബുഷ് എന്ന് പറയുന്നത് എന്താണ്? അതായത് വ്യക്തമല്ലാതെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? വ്യക്തമല്ലാതെ സംസാരിക്കുക. നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് വ്യക്തമല്ലാതെ സംസാരിക്കില്ലേ, അതിനെയാണ് ബീറ്റിംഗ് എറൗണ്ട് ദി ബുഷ് എന്ന് പറയുന്നത്. പ്രധാന കാര്യം പറയില്ല, എന്നിട്ട് എന്ത് ചെയ്യും? വളഞ്ഞു മൂക്ക് പിടിക്കും അല്ലേ? നമ്മൾ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് അതിന്റെ കാര്യം പറയാതെ വളഞ്ഞു മൂക്കി പിടിക്കുന്നത് ഇനിയാണ് ബീറ്റിംഗ് എറൗണ്ട് ദി ബുഷ് എന്ന് പറയുന്നത്. ഇനി കട്ടിംഗ് ദി ലോങ് സ്റ്റോറി ഷോർട്ട് അല്ലേ? കാര്യം ചുരുക്കി പറയുക. കാര്യത്തിനെ എന്ത് പറയുക? ചുരുക്കി പറയുന്നതിനെയാണ് പറയുന്നത്. ഇനി ഹിറ്റിംഗ് ദി നെയിൽ ഓൺ ദി ഹെഡ്. ഒരു കാര്യത്തിന്റെ യഥാർത്ഥ കാരണം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പറയുക. ഒരു കാര്യം നടന്നു, അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നതിന്, യഥാർത്ഥ കാരണം കൃത്യമായി പറയുന്നതിനെയാണ് ഹിറ്റിംഗ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്. ഡു യു എക്സ്പെക്ട് എ ലാർജ് ക്രൗഡ് ഫോർ ദി മീറ്റിംഗ്? ദി മാനേജർ ആസ്ക്ഡ് മീ അല്ലേ? മാനേജർ ആസ്ക്ഡ് മീ. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ ചെയ്യേണ്ടത്? നമ്മളിവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ? ചോദ്യരൂപം നമ്മൾ എന്ത് ചെയ്യണം? യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് നമ്മളത് മാറ്റണം. ഡു യു എക്സ്പെക്ട് എ ലാർജ് ക്രൗഡ് ഫോർ ദി മീറ്റിംഗ്? ദ മാനേജർ ആസ്ക്ഡ് മീ. ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്?
സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ മാനേജർ ആസ്ക്ഡ് മീ ഇഫ് ഐ ഇവിടെ മാനേജർ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ്ക്ഡ്, ചോദിച്ചു, പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന. അതിൽ എന്തായി? സെന്റൻസ് കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റ് ആണ്. അപ്പൊ ഈ എക്സ്പെക്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താക്കി മാറ്റണം? അത് ഇ ഡി ഫോം, അതും എന്തായിരിക്കണം? പാസ്റ്റ് ആക്കിയിട്ട് മാറ്റണം അല്ലെ? എക്സ്പെക്ട് എന്താക്കണം? എക്സ്പെക്റ്റഡ് എന്നാക്കണം. ദ മാനേജർ ആസ്ക്ഡ് മീ ഇഫ് ഐ എക്സ്പെക്റ്റഡ് എ ലാർജ് ക്രൗഡ് ഫോർ ദി മീറ്റിംഗ്. കേട്ടോ. അപ്പോ ഇവിടെ തന്നിരിക്കുന്നതില് ഡു യു നമ്മൾ എന്താ പറയുന്നത്? ഫസ്റ്റ് നൽകിയിരിക്കുന്നത് ഇവിടെ ഏതാണ്? സിമ്പിൾ പ്രസന്റ് അല്ലെ? ഡു യു എക്സ്പെക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് സെന്റൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറണം? സിമ്പിൾ. ഇത് പ്രസന്റ് ആണെങ്കിൽ അത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറുന്ന സമയത്ത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുക. അതാണ് എക്സ്പെക്ട് എന്തായി മാറിയത്? എക്സ്പെക്റ്റഡ് ആയിട്ട് മാറിയത് കേട്ടോ. ഇനി അതേപോലെ നമ്മൾ മാറ്റുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഇഫ് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് വെദർ എന്ന് എഴുതാം കേട്ടോ. എന്നിട്ട് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ സിമ്പിൾ പാസ്റ്റ്. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഹാഡോ ഹാവോ ഇതൊന്നും നമുക്ക് ഇവിടെ വരാൻ പാടില്ല. മാനേജർ ഹാഡ് ആസ്ക്ഡ് അതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ. Fill up suitably. The place is invested dash rats. അല്ലേ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മൾക്ക് ഒരു സ്ഥലത്ത് എലികളോ കീടങ്ങളോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അത് അമിതമായിട്ട് പെരുകിയിട്ട് നിറയും അല്ലെ? അപ്പൊ അത് കാണിക്കാൻ അല്ലെ? എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ എന്താണ്? ഇൻവെസ്റ്റഡ് എന്ന വാക്കിനൊപ്പം ഏതാണ് പ്രപ്പോസിഷൻ ഉപയോഗിക്കുക? വിത്ത് എന്ന പ്രപ്പോസിഷൻ ആണ് അല്ലെ? ദ പ്ലേസ് ഈസ് ഇൻവെസ്റ്റഡ് വിത്ത് റാറ്റ്സ് കേട്ടോ. ഇൻവെസ്റ്റഡ് വിത്ത് റാറ്റ്സ്, അതായത് ആ സ്ഥലം എലികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ എലികളോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ റാറ്റ്സ് പറഞ്ഞു. ഇപ്പൊ റാറ്റ്സിന് പകരം വേറെ എന്തൊക്കെ പറയാം? കീടങ്ങളെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ പ്രാണികൾ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഇൻവെസ്റ്റഡ്. ഓക്കെ. കീടങ്ങളോ അല്ലെങ്കിൽ പ്രാണികളോ എന്നൊക്കെ പറയാം, എലികൾക്ക് പകരം. അപ്പോഴും അവിടെ എന്ത് തന്നെയാണ്? വിത്ത് എന്ന് തന്നെയാണ്. മനസ്സിലായോ? ദ പ്ലേസ് ഈസ് ഇൻവെസ്റ്റഡ് വിത്ത് റാറ്റ്സ്. ആ സ്ഥലം എലികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം അല്ലെ? ദ ഹൗസ് ഈസ് ഇൻവെസ്റ്റഡ് വിത്ത് ആൻസ്. അത് നമുക്ക് പറഞ്ഞൂടെ? ദ ഹൗസ് വീട് എന്ന് പറയുന്നത് എന്താണ്? ദ ഹൗസ് ഈസ് ഇൻവെസ്റ്റഡ് വിത്ത് എന്ത് പറയാം? ഉറുമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ആൻസ് എന്ന് പറയാം. ദ റിവർ ഈസ് ഇൻവെസ്റ്റഡ് വിത്ത് ക്രോക്കോഡൈൽസ് അത് പറയാം. ദി റിവർ ഈസ് ഇൻഫെസ്റ്റഡ് വിത്ത് എന്ത് പറയാം? ക്രോക്കോഡൈൽസ് അല്ലെ? ക്രോക്കോഡൈൽസ് അല്ലെങ്കിൽ ഫിഷ് എന്നൊക്കെ പറയാം അല്ലെ? ആ പുഴയിൽ ചീങ്കണ്ണികൾ നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മീനുകൾ നിറഞ്ഞിരിക്കുന്നു. ദ റിവർ ഈസ് ഇൻവെസ്റ്റഡ് വിത്ത് ഫിഷ് എന്ന് പറയാം അല്ലെ? ഇതൊക്കെ നമുക്ക് എന്താണ്? അപ്പൊ ഇതൊരു സെന്റൻസ് ശ്രദ്ധിക്കുക. ഇൻഫെസ്റ്റഡ് വിത്ത്. ഓക്കെ. അപ്പൊ നമ്മള് 10 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അത് പറഞ്ഞ് ഇതാക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഒപ്പം ഒരേ കാറ്റഗറി നമ്പറിൽ വരുന്ന ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇതിന്റെ ഇംഗ്ലീഷും മലയാളവും കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇംഗ്ലീഷും മലയാളവും എടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാം? ഓർഡർ ആയിട്ട് തന്നെ പഠിച്ചു പോകാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. താങ്ക് യു.